ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസ് സൗത്ത് ആഫ്രിക്ക തൂത്തുവാരി. ഏകദിന പരമ്പര 2-1 ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റി. ഇനിയാണ് T20 പരമ്പര വരാൻ പോകുന്നത്. സത്യത്തിൽ ഇന്ത്യയുടെ ഇപ്പോൾ ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോർമാറ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം T20 ഫോർമാറ്റ് എന്ന് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം സ്കോർ ഡെപ്ത് പ്ലെയേഴ്സൊക്കെ നമുക്ക് ആ ഒരു ഫോർമാറ്റിലാണ് കൂടുതലായിട്ടും ഉള്ളത്. മറ്റ് പല ഫോർമാറ്റും ടെസ്റ്റിലൊക്കെ പ്രത്യേകിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ T20യിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഏതൊരു ഏരിയയിലും മൾട്ടിപ്പിൾ പ്ലെയേഴ്സിൻ്റെ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ T20യിൽ ഇന്ത്യക്ക് ഒരു ആത്മവിശ്വാസം എന്താണെങ്കിലും ഉണ്ടാകും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൂടി കളിക്കുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ. അതുപോലെ ഹർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരം തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ ഗില്ലിൻ്റെ സാന്നിധ്യം തിരിച്ചെത്താൻ പോകുന്നു. വൈസ് ക്യാപ്റ്റനാണ് അദ്ദേഹം, അവൈലബിൾ ആയിരിക്കുമെന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്ന റിപ്പോർട്ട്സ്. എനിവേ, എന്തൊക്കെയാണ് നമ്മൾ ആദ്യ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കേണ്ടത്, അതായത് സ്ക്വാഡ് അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ എത്ര പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൂടാതെ ഇപ്പം ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാറും അതുപോലെ തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യ എന്താണെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വരുൺ ചക്രവർത്തി, ബുംറ, ഈ താരങ്ങളൊക്കെയാണ് 100% ഉറപ്പാണ് അടുത്ത മാച്ചിൽ 11 കളിക്കുമെന്നുള്ളത്. ഇനിയാണ് ഇപ്പം ഗില്ലിൻ്റെ കാര്യത്തിൽ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇഞ്ചറി കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ്. ആദ്യ മാച്ചിൽ തന്നെ ആദ്യ 11 അവസരം ലഭിക്കുമോ എന്നുള്ളതാണ്. സഞ്ജു സാംസണിൻ്റെ കാര്യം ഒരു സംശയത്തിലുണ്ട്. അതുപോലെ ആ ഒരു അക്സർ ആയിരിക്കുമോ, വാഷിങ്ടൺ ആയിരിക്കുമോ, അല്ലെങ്കിൽ ദൂബെ പരീക്ഷിക്കുന്ന സാഹചര്യം വരുമോ? കാരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുൽദീപിനെ കളിപ്പിക്കാണ്ട് വേറെ പറഞ്ഞാൽ വാഷിങ്ടൺ സുന്ദർ അങ്ങനെ ഒരു ബാറ്റ് ചെയ്യാൻ കൂടി കേപ്പബിൾ ആയിട്ടുള്ളൊരു എട്ടാമനെ കളിപ്പിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഗംഭീർ പോവുമോ? അതോ ഇപ്പോൾ ഹർഷദീപ് ഏറ്റവും ടോപ്പ് പ്ലെയറാണ്, അതായത് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഗംഭീറിൻ്റെ ചില തീരുമാനങ്ങൾ അങ്ങനെ വരാറുണ്ട്. കാരണം പ്രത്യേകിച്ച് പാണ്ഡ്യ തിരിച്ചു വന്നിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഹർദിക്ക് വരുമ്പോഴത്തേക്കും ഹർദിക്കിനെയും അതുപോലെ ബുംറയൊക്കെ വെച്ച് കളിപ്പിച്ചേക്കാം. അങ്ങനെ കളിച്ചിട്ടുണ്ടല്ലോ നമ്മൾ UAEയിൽ. ആ ഒരു പിച്ചിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു മുഴുവൻ താരങ്ങളുടെ ഇത്രയും പ്ലേയേഴ്സ് ഉറപ്പായിട്ടും ആദ്യം കളിക്കുമെന്ന് പറയുന്നൊരു കാര്യം പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് നാളെ മാച്ച് ഡേയിൽ മാത്രമേ പറയാനായിട്ട് സാധിക്കും. എനിവേ, നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻസ് നോക്കുമ്പോൾ ഇപ്പം ഗില്ല് കളിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സഞ്ജുവിനെ ഒന്നെങ്കിൽ ഒരു അഞ്ചാമൻ്റെ റോളിലോ ഒക്കെ ആയിരിക്കും കളിപ്പിക്കുക. അവിടെ സംശയമാണ്. അഞ്ചാമൻ റോളിലേക്ക് വരുമ്പം സഞ്ജു ഓർ ജിതേഷ് എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ വരും. ഗില്ല് കളിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും സഞ്ജു ഓപ്പൺ ചെയ്യുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാകുക. ഇനി സഞ്ജുവിന് അവിടെ ഒരു അഞ്ചാമൻ നിലയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ ഇപ്പം ഓൾറെഡി ഹർദിക് പാണ്ഡ്യ വരുന്ന സാഹചര്യത്തിൽ അവിടെ ഫിനിഷർ എന്ന നിലയിലേക്ക് വരുമ്പോൾ പാണ്ഡ്യ ഉണ്ട്. അവിടെ ഇനി സഞ്ജുവിനെ തന്നെ കളിപ്പിക്കാമെന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് ഗംഭീറൊക്കെ പോകുമോ എന്ന് പറയുന്നൊരു ചോദ്യമാണുള്ളത്. ഏഴാമൻ്റെ റോളിൽ അക്സറിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ എട്ടാമനായിട്ട് ഇപ്പോൾ കുൽദീപിനെ ഒഴിവാക്കുമോ എന്ന് പറയുന്ന ചില സംശയങ്ങളാണ് ഉള്ളത്. കാരണം ഗംഭീർ ഇനി അവിടെ എട്ടാമനായിട്ട് കളിക്കുന്നൊരു പ്ലെയർ കൂടി അത്യാവശ്യം ബാറ്റ് ചെയ്യണം എന്ന് പറയുന്നൊരു നിലയിലൊക്കെ ചിന്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇനി ഹർഷിത് റാണയെ വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെ ദൂബെ വേണമെങ്കിൽ കൊണ്ടുവരാം. അതിൽ റാണയ്ക്കാണ് അങ്ങനത്തെ ഒരു ചിന്തകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സാധ്യത കൂടുതൽ. അപ്പം ഹർഷിത് റാണയെ ചിലപ്പോൾ അങ്ങനത്തെ എട്ടാമത്തെ റോൾ കളിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒഴിവാക്കാൻ പോകുന്നത് ചിലപ്പോൾ ഹർഷദീപിനെ ആയിരിക്കും. ഹർഷദീപിനെ ഒഴിവാക്കിയിട്ട് കുൽദീപിനെ ഒരു സ്പിന്നർ എന്ന നിലയിൽ തന്നെ ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 11 എന്ന നിലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങളെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. സഞ്ജു ആയിരിക്കുമോ ജിതേഷ് ആയിരിക്കുമോ കളിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ ഇപ്പം ഹർഷിത് കളിക്കുമോ, അതോ ഹർഷദീപ് കളിക്കുമോ, അതോ കുൽദീപ് കളിക്കുമോ? ശിവൻ ദൂബെ പാണ്ഡ്യ തിരിച്ചു വന്ന സാഹചര്യത്തിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്. തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.